എലിസബത്ത് വെല്ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടി അച്ചാറാണ്. അപ്പോൾ നമുക്കറിയാം വാഴപ്പിണ്ടിക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസൊക്കെ ഇതിൻ്റെ ജ്യൂസ് കുടിക്കാറുണ്ട് വാഴപ്പിണ്ടിയുടെ. അതുപോലെ കോൺസ്റ്റിപ്പേഷനൊക്കെ ഈ വാഴപ്പിണ്ടി വളരെ ഗുണം ചെയ്യും. പിന്നെ കിഡ്നി സ്റ്റോണിന് ഇതൊക്കെ വാഴപ്പിണ്ടി നല്ലതാണ്. അതുപോലെ ധാരാളം വേറെ ഗുണങ്ങളൊക്കെ ഉണ്ട് ഈ വാഴപ്പിണ്ടിക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. പിന്നെ ധാരാളം ഫൈബറുണ്ട് ഈ വാഴപ്പിണ്ടിക്ക്. അതുകൊണ്ട് തന്നെ പല അസുഖങ്ങൾക്കുമൊക്കെ ഇത് ഒത്തിരി നല്ലതാണ്. ഈ വാഴപ്പിണ്ടി നമുക്ക് പല രൂപത്തിൽ കഴിക്കാം. കറി വയ്ക്കാം, തോരൻ വയ്ക്കാം, അച്ചാറായിട്ട് കഴിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അച്ചാറാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞാൽ ഇത്രയും രുചിയുള്ള വേറൊരു അച്ചാറില്ലെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തോരം വാഴപ്പിണ്ടിയാണ് വെറുതെ കളയുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെയുള്ള അച്ചാറൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇടാം. ഈ വാഴപ്പിണ്ടി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിൽ ഇങ്ങനെ നൂല് വരും, നൂലുണ്ടാവും. അപ്പോൾ ആ നൂലൊക്കെ നമ്മളിങ്ങനെ എടുത്ത് മാറ്റണം. എന്നിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കണം. നൈസായിട്ട് ഇത് കട്ട് ചെയ്യാവുള്ളൂ, ഒത്തിരി കട്ടിക്കൊന്നും എടുക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ വാഴപ്പിണ്ടിക്ക് ആ നൂല് വളരെ കുറവാണ് കേട്ടോ, ചെറുതായിട്ടേ ഉള്ളൂ. ചില വാഴപ്പിണ്ടി നമ്മൾ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് അതിനകത്ത് നൂലുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് പിഞ്ചാണ്, അതുകൊണ്ടായിരിക്കാം. അധികം മൂപ്പായിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. എന്തായാലും കുറച്ചുണ്ടോ ഉള്ളത് നമ്മൾ എന്തായാലും എടുത്ത് മാറ്റിയേ പറ്റൂ. ആ നൂല് ഇങ്ങനെ വരുമ്പോൾ നമ്മളത് കയ്യിലേക്ക് പതുക്കി അങ്ങ് ചുറ്റിയെടുക്കാം, അതാണ് എളുപ്പം. പിന്നെ നമ്മൾ ചിലപ്പോൾ കഴുകുമ്പോഴൊക്കെ കുറച്ച് നൂലൊക്കെ കിട്ടും. മാക്സിമം കളയാവുന്ന അത്രയും നൂല് നമ്മൾ ഇതിന്ന് കളയണം. വാഴപ്പിണ്ടി നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് കുറേ സമയം പുറത്ത് വയ്ക്കുകയാണെങ്കിൽ അത് കറുത്ത് പോവും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിടണം. ഈ മോരും വെള്ളത്തിൽ നമ്മൾ ഇടുവാണെങ്കിൽ ഇത് ഒട്ടും കറുത്ത് പോവില്ല. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പോകുന്നതുകൊണ്ട് ഞാനിത് വെറും പച്ചവെള്ളത്തിനല്ലേ ഇടുന്നുള്ളൂ. ഇനിയെല്ലാം നമുക്കിതുപോലെ നൂല് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മളിത് ചെറിയ പീസാക്കണം. ഒരു 5-6 നമുക്ക് കൂട്ടി പിടിച്ചിട്ട് ഇത് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. ഇത് ചെറിയ പിണ്ടി ആയതുകൊണ്ട് ഞാനിത് 4 ആക്കുന്നുള്ളൂ, ഒരു കഷ്ണം 4 ആക്കുന്നുണ്ട്. അച്ചാറിനാകുമ്പം കുറച്ച് വലിപ്പത്തിലിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ചെറുതാക്കണേ ചെറുതാക്കാം, എങ്ങനെ വേണേലും ചെയ്യാം. ഇപ്പോൾ ബാക്കിയുള്ള പിണ്ടിയും കൂടെ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ഉടനെ വെള്ളത്തിലേക്ക് ഇടാം. അത് കഴിഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കണം. നമ്മൾ 2-3 പ്രാവശ്യം ഇത് കഴുകിയെടുക്കണം. അതിനകത്തൊക്കെ ചെറുതായിട്ട് കറയൊക്കെ ഉണ്ട്. അപ്പോൾ കഴുകുന്ന സമയത്തും നൂല് കിട്ടുവാണെങ്കിൽ അതെല്ലാം മാറ്റിക്കളയണം. ഇപ്പോൾ പിണ്ടിയെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഒരു 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 ബോൾ വെളുത്തുള്ളി. വെളുത്തുള്ളി ചെറുതാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒത്തിരി വലിയ അല്ലിയാണെങ്കിൽ 2 അല്ലെങ്കിൽ 4 ഒന്ന് കട്ട് ചെയ്താൽ മതി. 2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, അത് നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത്. ഇനി പൊടികൾ എന്തൊക്കെയാണെന്ന് പറയാം. 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടീസ്പൂൺ കായപ്പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ കുറച്ച് കടുകും ഉലുവയും, പാകത്തിന് വെളിച്ചെണ്ണ, 1 കപ്പ് വിനീഗർ. വിനീഗറിൻ്റെ അളവ് കുറച്ച് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഒരു 3 കപ്പ് വെള്ളമെങ്കിലും വേണം. പാകത്തിന് ഉപ്പ്, കുറച്ച് പഞ്ചസാര. 350 ഗ്രാം വാഴപ്പിണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കഴുകിയെടുത്ത വാഴപ്പിണ്ടിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടിത് അപ്പച്ചമ്പിൽ നമ്മൾ ആവി കയറ്റുകയാണ്. ആവി കയറുമ്പോൾ തന്നെ കുറച്ച് സമയം വയ്ക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വേവിക്കണം. വാഴപ്പിണ്ടി നമ്മൾ അപ്പച്ചമ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം മൂടി വെച്ച് തന്നെ ആവി കയറ്റാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെന്തോന്നും നോക്കണം. വെന്തെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. വാഴപ്പിണ്ടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അച്ചാർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പ് വയ്ക്കുക. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ നല്ലതെന്ന് പറയും, അങ്ങനെയൊന്നുമില്ല, ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം. പക്ഷേ ഞാനിപ്പോൾ നല്ലെണ്ണ ഉപയോഗിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നല്ലെണ്ണയ്ക്കൊരു ചൊവയുണ്ട്, അത് കൊള്ളിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് അച്ചാർ തയ്യാറാക്കുന്നത്. നല്ലെണ്ണ കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. ഓയിൽ
നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുകും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇത് ചേർത്തിട്ടൊന്ന് വഴറ്റാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്കത് കോരി മാറ്റാം. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഇടണ്ട. ഈ ഉള്ളിക്കൊക്കെ ഒന്ന് കൂടാൻ പാകത്തിന് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കുറച്ച് ചേർത്താൽ മതി. ലോ ഫ്ലെയിമിൽ ഇടുമ്പോൾ അതിങ്ങനെ ഉള്ളി ഇങ്ങനെ വാടി വാടി വഴണ്ടങ്ങനെ വരും. അത് കൊള്ളിയല്ല. ഉള്ളി ഇങ്ങനെ മുഴുവനെ തന്നെ ഇങ്ങനെ കിടക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്നൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് നമ്മൾ. ഇപ്പോൾ ഉള്ളി മൂത്തിട്ടുണ്ട്. ഇത്രയും മൂത്താൽ മതി കേട്ടോ. അതിൽ കൂടുതൽ മൂക്കേണ്ട ആവശ്യമില്ല. ഇനി എണ്ണയിൽ നിന്ന് ഇതെല്ലാം നമ്മൾ കോരി മാറ്റുകയാണ്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തൊരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണയിൽ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. കാരണം ഇപ്പോൾ ഓൾറെഡി മുളക് ഒരുവിധം മൂത്തിട്ടുണ്ടാവും. കുറച്ചും കൂടി ഒന്ന് മൂക്കേണ്ടി വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് മൂപ്പിക്കുക. മുളക് കരിഞ്ഞു പോകാൻ നോക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയേ ചേർക്കാവുള്ളൂ. കാരണം നമ്മൾ പിണ്ടി വേവിച്ചപ്പോഴും ഇട്ടു, ഉള്ളി വഴറ്റിയപ്പോഴും ഇട്ടു. അപ്പോൾ അതനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. ഇതിലേക്കും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കുക. ഒന്ന് വഴറ്റുക. പെട്ടെന്ന് തന്നെ അത് മൂക്കും. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ വിനീഗറും വെള്ളവും ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം. വിനീഗറും വെള്ളവും ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് തിളപ്പിക്കണം. കാരണം ഈ മസാലയൊക്കെ ഒന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. പുളി എപ്പോഴും കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ ഈ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ 3/4 കപ്പോളം വിനീഗർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ നിങ്ങളുടെ ഒരു പാകത്തിന് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മളതിലേക്ക് പിണ്ടി ചേർക്കേണ്ടത്. പിണ്ടി ചേർത്ത് കൊടുത്തിട്ടും ഒരു 5 മിനിറ്റ് നല്ലപോലെ തിളപ്പിക്കണം. അത് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിക്കണം. 3 കപ്പ് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നിയാൽ നിങ്ങളിടയ്ക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പം മസാലയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാഴപ്പിണ്ടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വാഴപ്പിണ്ടി ചേർത്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടി അതിനകത്ത് കിടന്ന് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് പാകത്തിന് ഉപ്പും പുളിയും എല്ലാം നോക്കണം കേട്ടോ. എല്ലാം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ തിളച്ച് പിണ്ടിയിലേക്കൊക്കെ ഉപ്പും പുളിയും എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി വഴറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് പിന്നെ ഒന്ന് തിളച്ചാൽ മതി. കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. ഇത്രയും മതി. ഒന്ന് തിളച്ചാൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടി അച്ചാർ റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ കഴിച്ച് തന്നെ അറിയണം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഇതിൻ്റെ ടേസ്റ്റ് ഏറെക്കുറെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.